ഹലോ, അസ്സാം വലൈക്കും. നമുക്ക് ടേസ്റ്റി ആയിട്ട് നെണ്ടേറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കാം. ആദ്യമായിട്ട് കഴുകി വെച്ച നെണ്ടിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം ഈ നെണ്ട് പൊരിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഈ എണ്ണയിലിട്ടിട്ട് ഈ നെണ്ടൊന്ന് പൊരിച്ചെടുക്കുക. ഈ നെണ്ട് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് സുറുക്ക, കുറച്ച് പച്ച വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നന്നായിട്ട് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മൾ നെണ്ട് ഫ്രൈ ചെയ്യാൻ വെച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ഉള്ളി വഴറ്റിയെടുക്കണം. അതിനായിട്ട് കട്ടി കുറഞ്ഞരിഞ്ഞ വെല്ലുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വെല്ലുള്ളി വഴറ്റിയെടുക്കണം. ഇതിന് ശേഷം നന്നായി വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ മസാലേൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കടായി തുറന്ന് അതിലേക്ക് നെണ്ട് പൊരിച്ചത് ഈ മസാല മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. നന്നായി ഇളക്കി 10 മിനിറ്റ് ഈ നെണ്ട് അടച്ച് വെച്ച് വേവിക്കണം. അതിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 10 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇടുക. നമ്മുടെ ടേസ്റ്റിയായ നെണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നെണ്ടേറി നല്ല ചപ്പാത്തി, പൊറാട്ട, ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതാണ്.